അത് കണ്ടതും അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൈയാട്ടി അവൻ്റെ അടുത്തേക്ക് വിളിച്ചു. അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ്റെ കഴുത്തിൽ കൂടി കൈയിട്ടുകൊണ്ട് അവൾ അവൻ്റെ കവളിലൊന്ന് അമർത്തി ചുംബിച്ചു. ചോറ് കഴിക്കാൻ അമ്മച്ചി വിളിച്ചുന്നു. അവൾ പറഞ്ഞതും റയാൻ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു. ഞാൻ പിന്നെ കഴിച്ചോളാം ഇസുക്കുട്ടാ, അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞു. ഇപ്പം കഴിക്കണം. അത് പറ്റില്ല എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി ഒന്ന് തലയാട്ടിയതിന് ശേഷം അവൾ അവനെ നോക്കി പറഞ്ഞു. വാ, എല്ലാവരും ഉണ്ട്. അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ മടിയിൽ നിന്നും ചാടി എഴുന്നേറ്റതിന് ശേഷം അവൻ്റെ കയ്യിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങി. ശരി ശരി വരാം, അവൻ പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ എടുത്തു. ശേഷം അവിടെ നിന്നും എഴുന്നേറ്റ് താഴേക്ക് ചെന്നു. അവൻ താഴെ ചെന്നപ്പോൾ റിയ ഉൾപ്പെടെ എല്ലാവരും ഡൈനിങ് ടേബിളിൽ തന്നെ ഉണ്ടായിരുന്നു. അവളെ ഒന്ന് നോക്കിയതിന് ശേഷം അവൻ അവളുടെ നേരെ ഓപ്പോസിറ്റാണ് ചെന്നിരുന്നത്. റിയ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതേയില്ല. കുനിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചു. അവനത് വല്ലാത്ത വിഷമം തോന്നി. കഴിക്കാനൊട്ടും താല്പര്യമുണ്ടായിരുന്നില്ലെങ്കിലും എല്ലാവർക്കും വേണ്ടി കുറച്ചു മാത്രം അവൾ കഴിച്ചു. എന്നാൽ ചാർലിയും മമ്മിയും ഷീതുവും അവരെ ഇരുവരെയും മാത്രം ശ്രദ്ധിക്കുകയായിരുന്നു. റേയുടെ സംസാരത്തിൽ നിന്നും എന്തൊക്കെയോ ഷീതുവിന് സംശയം തോന്നിയിരുന്നു. ഉടനെ തന്നെ റേയാനോടൊന്ന് സംസാരിക്കണമെന്ന് അവളും തീരുമാനിച്ചു. അവൾ ബസ് സ്റ്റോപ്പിലേക്ക് ഓടുകയായിരുന്നു. പറയാതെയും സൈൻ ചെയ്യാതെയും സ്കൂളിൽ നിന്നും ഇറങ്ങിപ്പോയതിന് എന്തായാലും ക്രിസ്റ്റിയുടെയും പ്രിൻസിപ്പലിൻ്റെയും കയ്യിൽ നിന്നും കിട്ടുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. നാളത്തെ കാര്യം നാളെ ആകട്ടെ എന്ന് കരുതി എങ്ങനെയെങ്കിലും വീട്ടിൽ ചെല്ലാനാണ് അവൾ ആഗ്രഹിച്ചത്. ബസ്സും കാത്ത് അവിടെ നിന്നപ്പോഴാണ് തൻ്റെ മുൻപിൽ ഒരു കാറ് കൊണ്ടുവന്ന് നിർത്തിയത്. ആ കാറ് കണ്ടപ്പോൾ തന്നെ അതിൽ ആരായിരിക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അവളുടെ ഹൃദയം ശക്തിയായിട്ട് ഇടിക്കാൻ തുടങ്ങി. വല്ലാത്തൊരു വെപ്രാളം അവളിലുണ്ടായി. കണ്ണിലുണ്ടായിരുന്ന കൂളിംഗ് ഗ്ലാസ് എടുത്ത് ഷർട്ടിലേക്ക് തൂക്കിയിട്ടതിന് ശേഷം അവൻ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അവൾ ചുറ്റിനെ നോക്കിക്കൊണ്ട് പുറകിലേക്ക് മാറി. അവൻ കാറിന്റെ ഡോർ അടച്ചിട്ട് അവളുടെ അടുത്തേക്ക് നടന്നു. അവൾക്ക് വല്ലാത്ത പേടി തോന്നി. ചുറ്റിനും ആളുകളൊക്കെ നിപ്പുണ്ട്. അവന്റെ സ്വഭാവമാണെങ്കിൽ ഒരിക്കലും പ്രവചിക്കാൻ പോലും കഴിയില്ല. അവൻ അവളുടെ അടുത്തേക്ക് വന്നു നിന്നു. പ്രതീക്ഷിച്ചതുപോലെ അവന്റെ മുഖത്ത് ദേഷ്യഭാവം ഉണ്ടായിരുന്നില്ല. എങ്കിലും അവനെ നോക്കി അവളൊന്ന് ഉമിനീറിറക്കി. വന്ന് കാറി കയറ്. അവളെ നോക്കി സൗമ്യമായി തന്നെയാണ് അവൻ പറഞ്ഞത്. ഞാൻ ബസ്സിൽ പൊക്കോളാം സർ. അവൾ തിരികെ അവനെ നോക്കി മറുപടി പറഞ്ഞു. നിന്നോട് വരുന്നോന്നല്ല ഞാൻ ചോദിച്ചത്, വരാനാ പറഞ്ഞത്. ശബ്ദം കുറച്ച് അവളോടായി മാത്രം അവൻ കടുപ്പിച്ചു പറഞ്ഞു. ഞാൻ വരുന്നില്ല. അവൾ വീണ്ടും അവനെ നോക്കി പറഞ്ഞു. അത് കേട്ടതും അവൻ അവളുടെ കയ്യിൽ പിടുത്തമിട്ടു. ചുറ്റിനു കൂടി നിന്നവർ എല്ലാവരും അവരെ ഒന്ന് നോക്കി. അവളാണെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്നും തൻ്റെ കൈകൾ വിടിയിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഋഷിക, അവൻ ദേഷ്യത്തോടെ അവളെ വിളിച്ചു. എന്താ ഇവിടെ പ്രശ്നം? അവിടെ ഉണ്ടായിരുന്ന ആരൊക്കെയോ അവരുടെ അടുത്തേക്ക് വന്നു. അത് കണ്ടതും അവൻ ദേഷ്യത്തോടെ അവളെയും അവിടേക്ക് വന്നവരെയും നോക്കി. എന്താ കുട്ടി പ്രശ്നം? അതിലൊരാൾ സംശയത്തോടെ അവളോട് ചോദിച്ചു. പ്രശ്നമൊന്നുമില്ല. അവൾ പെട്ടെന്ന് അയാളെ നോക്കി മറുപടി പറഞ്ഞു. പിന്നെന്തിനാ ഇയാൾ ബലമായി തൻ്റെ കൈകളിൽ പിടിച്ചിരിക്കുന്നത്? അയാൾ വീണ്ടും സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അതിനെ കാറിപ്പോകാൻ വിളിച്ചതാ. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവൾ ബാക്കി പറയാതെ നിർത്തി. അതിന് ഇയാൾ കുട്ടിയുടെ ആരാ? വീണ്ടും ചോദ്യങ്ങൾ ഉയർന്നു. അതിനൊക്കെ എന്തു മറുപടി പറയണമെന്ന് അറിയാൻ വയ്യാതെ അവൾ സംശയത്തോടെ ക്രിസ്റ്റിയുടെ മുഖത്തേക്ക് നോക്കി. ക്രിസ്റ്റി അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ചോദിച്ചത് കേട്ടില്ലേ? ഇയാൾ കുട്ടിയുടെ ആരാ? ഭീഷണിപ്പെടുത്തിയാണോ ഒരാളെ കാറി കയറ്റുന്നത്? വീണ്ടും ചുറ്റും കൂടി നിന്നവരിൽ നിന്നും പല ചോദ്യങ്ങളും അവിടെ ഉയർന്നു കേട്ടു. അവൾ എന്തോ പറയാനായി തുടങ്ങുകയായിരുന്നു. ഇത് നമ്മുടെ പുലിക്കളത്തിലെ ക്രിസ്റ്റിച്ചായനല്ലേ? ആരോ ശബ്ദമുയർത്തി പറഞ്ഞതും എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി. അവളും അത് കേട്ട് അങ്ങോട്ടേക്ക് നോക്കി. ക്രിസ്റ്റിച്ചായൻ എന്താ ഇവിടെ? അയാൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. ഞാൻ ഇവളെ വിളിക്കാൻ വേണ്ടി വന്നതാ. ഇവളെ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാ. അവൻ പെട്ടെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അയാളോട് മറുപടി പറഞ്ഞു. ഇത് കേട്ടതും എല്ലാവരും സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. സാർ പൊയ്ക്കോളൂ, അയാൾ പറഞ്ഞതും അവൻ തലയാട്ടി. ശേഷം സംശയത്തോടെ അവളെ നോക്കി. അവൻ തന്നെ കൊണ്ടേ പോകുള്ളൂ എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ഇനിയും താൻ ഇവിടെ അവനെ എതിർത്ത് നിന്നാൽ ഇവിടെ നിൽക്കുന്നവരും അവനും തമ്മിൽ പ്രശ്നമുണ്ടാകുമെന്ന് അവൾക്ക് തോന്നി. അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ച് അവൻ്റെ ഒപ്പം പോകാൻ തന്നെ അവളും തീരുമാനിച്ചു. അവൻ മുൻപിൽ നടന്നതും അവൾ എല്ലാവരെയും ഒന്ന് നോക്കിയതിനു ശേഷം പുറകെ നടന്നു. ഇന്നത്തെ കാലത്ത് എന്തൊക്കെ സംഭവങ്ങളാണ് നമ്മുടെ മുൻപിൽ നടക്കുന്നത്? അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ സംശയിക്കുന്നേ. അവൾ അവൻ്റെ ഒപ്പം ഇറങ്ങിയതും പുറകിൽ നിന്നും ആരൊക്കെയോ തമ്മിൽ പറയുന്നത് അവൾ കേട്ടിരുന്നു. അവൻ ഡ്രൈവർ സീറ്റിലേക്ക് കയറിയതും അവൾ കോ ഡ്രൈവർ സീറ്റിലേക്കും കയറിയിരുന്നു. സീറ്റ് ബെൽറ്റ് ഇടാൻ ഇനി ആരെങ്കിലും വരുമോ? അവൾ കയറിയിരുന്നതും അവൻ ആരോടെന്നില്ലാതെ പറഞ്ഞു. അത് തന്നെയാണെന്ന് മനസ്സിലായതും അവൾ പെട്ടെന്ന് തന്നെ സീറ്റ് ബെൽറ്റ് ഇട്ടു. അവൻ പെട്ടെന്ന് കാർ എടുത്തതും അവൾ മുൻപിലേക്കൊന്ന് ആഞ്ഞുപോയി. നീ എന്താ ആദ്യമായിട്ടാണോ കാറിൽ കയറുന്നത്? അത് കണ്ടതും അവൻ കുറച്ച് ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. എന്നാൽ അതിന് അവൾ മറുപടി ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. അവൻ എന്തോ പറയാനായി തുടങ്ങി. എന്താ ചോദിക്കാൻ വരുന്നതെന്ന് എനിക്കറിയാം. എന്നാൽ അതിനെ സമ്മതിക്കാതെ അവൾ പെട്ടെന്ന് തന്നെ അവനോട് മറുപടി പറഞ്ഞു. അത് കേട്ടതും ഡ്രൈവിങ്ങിനിടയിൽ സംശയത്തോടെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ഞാനും ബെന്നി സാറും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഞാൻ അവിടെ നിന്ന് ഓടിപ്പോയപ്പോൾ ഒന്ന് വീഴാൻ പോയി. അപ്പോൾ സാറിനെ പിടിച്ച് നിർത്തിയതാ.
പിന്നെ ക്ലാസ് റൂമിൽ വെച്ച് കണ്ടത്. ഞാൻ അവിടുന്ന് ഓടിപ്പോയി ക്ലാസ് റൂമിലാണ് ചെന്നത്. എന്നെ തിരക്കി സാർ അവിടെ വരികയും ചെയ്തു. അതാ കണ്ടത്, അല്ലാതെ ഒന്നുമില്ല. അവൻ എന്തെങ്കിലും അങ്ങോട്ട് ചോദിക്കുന്നതിന് മുൻപേ തന്നെ അവൾ അവനോട് മറുപടി പറഞ്ഞു. അവൻ എന്താ നിന്നോട് പറഞ്ഞത്? അവൻ വളരെ സൗമ്യമായി തന്നെയായിരുന്നു ഓരോ ചോദ്യങ്ങളും ചോദിച്ചത്. അത് കേട്ടതും അവളും എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. നിന്റെ അടുത്ത് നിന്ന് അവൻ വർത്തമാനം പറയുന്നത് കണ്ടല്ലോ. അവനെന്തിനാ നിന്നെ തിരക്കി ക്ലാസ് റൂമിൽ വന്നത്? അവൻ വീണ്ടും ചോദിച്ചു. അത് വീഴാൻ നേരം എന്നെ എന്തിനാ പിടിച്ചു നിർത്തിയെന്ന് ഞാൻ സാറിനോട് ചോദിച്ചതാ. വീഴുന്നെങ്കിൽ വീഴട്ടെ എന്ന് വിചാരിക്കണമെന്ന് പറഞ്ഞു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ മുൻപോട്ട് നോക്കിയാണ് അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയുന്നത്. അപ്പോൾ നിന്നെ തിരക്കി ക്ലാസ് റൂമിലേക്ക് വന്നതോ? അവൻ വീണ്ടും ചോദിച്ചു. അതെന്തിനാണെന്ന് എനിക്കറിയില്ല. എന്നോടെന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ആ ക്ലാസ് റൂമിൽ ഞാൻ മാത്രമല്ലേ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് സാറ് പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ ഞാൻ നിന്നില്ല. അവൾ വീണ്ടും മറുപടി പറഞ്ഞു. അത് കേട്ടതും അവനൊന്ന് മൂളി. അവിടെ ഫംഗ്ഷൻ തീർന്നില്ലല്ലോ, പിന്നെന്താ നേരത്തെ ഇറങ്ങിയത്? അവൾ സംശയത്തോടെ തല തിരിച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നാൽ അവൾ ചോദിച്ച ആ ചോദ്യത്തിന് മറുപടി പറയാതെ അവളെ ഒന്ന് ദേഷ്യത്തോടെ കൂർപ്പിച്ചു നോക്കിയതിന് ശേഷം അവൻ ഡ്രൈവിങ്ങിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അത് കണ്ടതും അവൾ മുഖം വീർപ്പിച്ച് വെച്ചുകൊണ്ട് മുൻപോട്ട് നോക്കിയിരുന്നു. ഇങ്ങേര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ ഉത്തരം പറയണം. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഇങ്ങേർക്ക് ഉത്തരം പറഞ്ഞാൽ എന്താ? അവൻ കേൾക്കാതെ പതിയെ പിറുപിറുത്തു. എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണ് പണ്ടത്തെ അമ്മച്ചിമാരുടെ കണക്ക് ഇങ്ങനെ പിറുപിറുക്കുന്നത്. എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണം. അവൻ കുറച്ച് കടുപ്പിച്ച് പറഞ്ഞു. എന്നാൽ അതിന് മറുപടി ഒന്നും പറയാതെ അവൻ പറയുന്നത് എന്താണെന്ന് പോലും കേട്ട ഭാവം പിടിക്കാതെ അവൾ നേരെ തന്നെ ഇരുന്നു. ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചതിന് ശേഷം ആരെയും നോക്കാതെ റിയ തൻ്റെ മുറിയിലേക്ക് പോയിരുന്നു. ചാർലി പുറത്തേക്ക് പോയതും ഷീതു കുഞ്ഞിനെ ഉറക്കി. എന്നാൽ അവൾക്ക് കിടന്നിട്ട് ഒട്ടും ഉറക്കം വരുന്നതേ ഇല്ലായിരുന്നു. കോളേജിൽ നടന്ന സംഭവങ്ങളും റിയ കരഞ്ഞതും അവൾ റയാനെ പറ്റി പറഞ്ഞതുമൊക്കെയായിട്ടുള്ള കാര്യങ്ങൾ അവളുടെ മനസ്സിലുണ്ടായിരുന്നു. അതൊക്കെ അവളുടെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു. ചാർലി ഇല്ലാത്ത അവസരത്തിൽ തന്നെ അത് റയാനോട് സംസാരിക്കണമെന്ന് അവൾക്ക് തോന്നി. ഒരുപക്ഷെ ചാർലി ഇതൊക്കെ അറിഞ്ഞാൽ അവനെ വഴക്കു പറയുമെന്ന് അവൾക്ക് തോന്നി. അതുകൊണ്ട് തന്നെ റയാനോട് സംസാരിക്കാൻ അവൾ റൂമിൽ നിന്നും ഇറങ്ങി. റയാൻ്റെ ഡോറിൽ ചെന്ന് അവൾ 2-3 തവണ തട്ടി. അവൻ വന്ന് വാതിൽ തുറന്നു. എന്താ ഏട്ടത്തി? തൻ്റെ മുൻപിൽ നിൽക്കുന്ന ഷീതുവിനെ കണ്ടതും അവൻ സംശയത്തോടെ ചോദിച്ചു. നീ ഉറക്കമായിരുന്നോ? ഏയ് അല്ല, ഞാൻ വെറുതെ ഫോണിൽ നോക്കി ഇങ്ങനെ കിടക്കുകയായിരുന്നു. കിടന്നിട്ടൊന്നും ഉറക്കം വന്നില്ല. ഏട്ടത്തി എന്താ കിടക്കാഞ്ഞത്? അവൻ തിരികെ സംശയത്തോടെ അവളോടും ചോദിച്ചു. അത് എനിക്കും സെയിം നിന്നെപ്പോലെ തന്നെ, കിടന്നിട്ട് ഉറക്കം വന്നില്ല. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവനോട് മറുപടി പറഞ്ഞു. അകത്തേക്ക് വാ. അവൻ അവളെ തൻ്റെ മുറിയിലേക്ക് വിളിച്ചു. അവൾ അകത്തേക്ക് കയറി കട്ടിലിലേക്ക് ചെന്നിരുന്നു. ഞാൻ ഫുഡ് കഴിക്കാനിരുന്നപ്പോൾ മുതൽ ഏട്ടത്തി ശ്രദ്ധിക്കുന്നുണ്ട്. ഏട്ടത്തിക്ക് എന്താ കോളേജൊന്നും ഇഷ്ടമായില്ലേ? അതോ മനസ്സിൽ മറ്റെന്തെങ്കിലും ടെൻഷനുണ്ടോ? അവൻ അവളോടായി ചോദിച്ചു. അത് കേട്ടതും കോളേജിൽ നടന്ന സംഭവങ്ങളൊക്കെ ഒരു മനസ്സമാധാനത്തിനെന്ന പോലെ അവൾ പറഞ്ഞു. അയ്യേ, അതിനാന്നോ ഏട്ടത്തി ഇങ്ങനെ വിഷമിക്കുന്നേ? ഏട്ടത്തിക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും എന്നോട് പറഞ്ഞാൽ പോരെ. ഏട്ടത്തിയെ സംരക്ഷിക്കാൻ ഒരു സൂപ്പർമാനെ പോലെ ഞാൻ എപ്പോഴും മുമ്പിൽ കാണും. അല്ലെങ്കിൽ തന്നെ ആ നെത്തോലി പെണ്ണ് ഏട്ടത്തിയെ എന്ത് ചെയ്യാനാ? കൂടിപ്പോയാൽ റാഗ് ചെയ്യുമായിരിക്കും. അതിപ്പോൾ എല്ലാ കോളേജിലും അങ്ങനെ തന്നെയല്ലേ. ഞാനൊക്കെ എത്ര പെൺപിള്ളേരെയും ആൺപിള്ളേരെയും ചെയ്തിട്ടുണ്ട്. അതിൽ പലരും ഇന്നെൻ്റെ ഫ്രണ്ട്സാണ്. പിന്നെ അവൾക്ക് പണ്ട് ചേട്ടായി ഒരു നോട്ടം ഉണ്ടായിരുന്നു. അതൊക്കെ പണ്ടല്ലേ ഏട്ടത്തി. ഇപ്പം എത്ര വർഷം കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞിട്ട്? ഏട്ടത്തി അതൊന്നും മൈൻഡാക്കണ്ട. ഏട്ടത്തിയുടെ ലക്ഷ്യത്തിലെത്താൻ പഠിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അവനൊരു സപ്പോർട്ടിന് എന്ന പോലെ അവളെ സമാധാനപ്പെടുത്തി പറഞ്ഞു. ഇപ്പം ഏട്ടത്തിയുടെ മനസ്സിൻ്റെ ഭാരമൊക്കെ ഒഴിഞ്ഞു പോയില്ലേ? അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. അതിനവൾ ചെറുതായി ഒന്ന് തലയാട്ടി. റെഹാൻ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ ഏട്ടത്തി? അവൻ സംശയത്തോട് ചോദിച്ചു. അത് റിയ, അവളുടെ കാര്യമാണ് എനിക്ക് നിന്നോട് സംസാരിക്കാനുള്ളത്. അവൾ പറഞ്ഞതും അവൻ ഒന്നും തന്നെ മിണ്ടിയില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നീ എനിക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഉത്തരം തരണം. നിനക്ക് അങ്ങനെയൊന്നും ഇല്ല എന്നെനിക്കറിയാം. എങ്കിലും അവൾ ബാക്കി പറയാൻ നിർത്തി. എന്താ ഏട്ടത്തി? ഞാൻ ഏട്ടത്തിയോട് കള്ളം പറയുമെന്ന് ഏട്ടത്തിക്ക് തോന്നുന്നുണ്ടോ? അവൻ ചോദിച്ചതും അവളില്ല എന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. അതല്ല റയാൻ, ഞാൻ പറഞ്ഞില്ലേ നീ അങ്ങനെയല്ല എന്ന് എനിക്കറിയാം. പക്ഷെ റിയ, അവളുടെ മനസ്സിൽ പല ചിന്തകളാ. അവൾ ഇവിടെ വന്ന് നിൽക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലെന്ന് അവളിപ്പോൾ പറയുന്നത്. അതും പറഞ്ഞ് കരഞ്ഞു. അവൾ പറയുന്നത് കേട്ടതും അവന് വല്ലാത്ത സങ്കടം തോന്നി. അവനൊന്നും മിണ്ടാതെ അവളുടെ മുഖത്തേക്ക് നോക്കി. റയാൻ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നീയും ഞാനും അല്ലാതെ മറ്റാരും അറിയരുത്. അവൾ പറഞ്ഞതും അവൻ വീണ്ടും അവളെ നോക്കി. ഷീതു അവളുടെ മനസ്സിലുണ്ടായിരുന്ന സംശയം അവനോട് പറഞ്ഞു. അവൾ പറയുന്നത് കേട്ടതും അവൻ അതൊക്കെ സത്യമാണോ എന്നുള്ള രീതിയിൽ ഞെട്ടി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. ഇതൊക്കെ എൻ്റെ മനസ്സിലുള്ള സംശയം മാത്രമാണ്. ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്ക് അറിയില്ല റയാൻ. നിനക്കറിയാലോ, അവൾ എൻ്റെ കൂടപ്പിറപ്പ് അല്ലെങ്കിലും കുഞ്ഞുനാൾ മുതലേ എൻ്റെ സ്വന്തമായിട്ട് ഞാൻ കൊണ്ടു നടന്നവളാ. അവളുടെ മുഖം ഒന്ന് മാറിയാൽ അവളുടെ മനസ്സിലുള്ളത് എനിക്ക് അറിയാൻ കഴിയുമെന്നാണ് വിശ്വാസം.
അതുകൊണ്ട് തന്നെ ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഈ കാര്യവും സത്യം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നിന്നോടൊന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ട് ഇച്ചായനില്ലാത്ത സമയം നോക്കി ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നത്. ഇത് നിൻ്റെ മനസ്സിൽ മാത്രം ഇരുന്നാൽ മതി. ഒരുപക്ഷെ അവളത് നിന്നോട് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും നാളെ നീ അറിയാതെ പോകരുത്. അവൾ അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു. ഏട്ടത്തി, അവൻ പുറകിൽ നിന്നും വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ തിരിഞ്ഞു നോക്കി. ഒരു പക്ഷേ ഏട്ടത്തി പറഞ്ഞതുപോലെ അവളുടെ മനസ്സിൽ ഇങ്ങനെയാണെങ്കിൽ ഏട്ടത്തിക്കതിൽ സന്തോഷമാണോ അതോ ഇഷ്ടക്കുറവ് എന്തെങ്കിലും ഉണ്ടോ? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. അതിന് അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചതിന് ശേഷം അവൾ അവിടെ നിന്നും ഇറങ്ങി.